പഠനം ഉപേക്ഷിച്ച് തെരുവിൽ പച്ചക്കറി വിൽക്കാനിറങ്ങി. ഇന്ന് കേരളത്തിലെ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉടമയായി അമീർ. ജീവിതത്തിൽ സ്വപ്നം കാണാത്തവർ ചുരുക്കമാണ്. ചെറുപ്പം മുതലേ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. പക്ഷെ ഏറെ പരിശ്രമിച്ചിട്ടും സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ചിലരുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ വിധിയെ പഴിക്കുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ തൻ്റെ വലിയ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടും ജീവിതത്തിൽ തളരാതെ പോരാടിയ ചെറുപ്പക്കാരനാണ് കോട്ടയം സ്വദേശി അമീർ പുളിമൂട്ടിൽ. വിധിയെ പഴിക്കാതെ ജീവിതം തനിക്ക് മുമ്പിൽ കാത്തുവച്ചിരുന്ന വലിയ ഉയരങ്ങൾ കീഴടക്കിയ അമീറിനെ പരിചയപ്പെടാം. മാറ്റിമറിച്ച വിധി ഇതായിരുന്നു. കോട്ടയം കുമാരനല്ലൂർ സ്വദേശിയാണ് അമീർ പുളിമൂട്ടിൽ. ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ അസീസിന്റെയും ഹാജറുടെയും മകനായി ജനിച്ചു. എഞ്ചിനീയർ ആവുക എന്നതായിരുന്നു അമീറിന്റെ സ്വപ്നം. അതിനായി പഠിച്ച് കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിൽ അഡ്മിഷൻ നേടി. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുടുംബമായിട്ടും മകന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പിതാവ് ഒപ്പം നിന്നു. വിദ്യാഭ്യാസ വായ്പയായിരുന്നു ആ സമയത്ത് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ. എന്നാൽ കുടുംബത്തിന്റെ ആ ഒരു പ്രതീക്ഷ തെറ്റി. സ്വന്തമായി വീടില്ലാത്തതിനാൽ വിദ്യാഭ്യാസ വായ്പ നൽകാനാകില്ലെന്നായിരുന്നു ബാങ്കിൽ നിന്നുള്ള പ്രതികരണം. അതോടെ 5ാം സെമസ്റ്ററിൽ അമീറിന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ അമീർ പച്ചക്കറി തട്ട് തുടങ്ങി. അന്ന് ഒരു കട വാടകയ്ക്കെടുക്കാനുള്ള പണം പോലും അദ്ദേഹത്തിൻ്റെ കൈവശമില്ലായിരുന്നു. ഒരിക്കലും തോൽക്കാൻ തയ്യാറാകാത്ത അമീറിൻ്റെ മനസ്സിൽ ഇളയ സഹോദരനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കണം, വീട് വെക്കണം എന്ന വലിയ ലക്ഷ്യങ്ങളായിരുന്നു. നിശ്ചയദാർഢ്യത്തിലൂടെ അതെല്ലാം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. സഹോദരൻ ഇന്ന് ഇൻഫോസിസ് ജീവനക്കാരനാണ്. എന്നാൽ അമീറിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ഇങ്ങനെയായിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ അമീറിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അമീറിന്റെ ലക്ഷ്യങ്ങൾക്കെല്ലാം ഒപ്പം നിൽക്കുന്ന പെൺകുട്ടിയാണ് ഭാര്യ തസ്നി റഫീഖ്. ആദ്യം കോട്ടയത്ത് ചെറിയൊരു സ്ഥാപനം ആരംഭിച്ചു. വിദേശത്ത് ജോലി പോകുന്ന നഴ്സുമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങളാണ് അവിടെ നൽകിയിരുന്നത്. പിന്നീട് കോവിഡ് വന്നതോടെ സ്ഥാപനം പൂട്ടേണ്ടി വന്നു. പിന്നീട് മറ്റു വഴികളില്ലാതെ എറണാകുളത്തേക്ക് മാറി. അവിടെ പുതിയ സ്ഥാപനം ആരംഭിച്ചു. അന്ന് വളരെ തുച്ഛമായ പണം മാത്രമേ കൈവശമുണ്ടായിരുന്നുള്ളൂ. 2021 സുഹൃത്തായ ഡോക്ടർ റിതു സെൽവരാജുമായി ചേർന്ന് എയിം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. അന്ന് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന അധികം സ്ഥാപനങ്ങളില്ലായിരുന്നു. ആദ്യം 4 വിദ്യാർത്ഥികൾക്കായി തുടങ്ങി. ഇന്ന് ഓൺലൈനും റെഗുലറുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിലുണ്ട്. 40ലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയായി എയിം വളർന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടായി എയിം മാറി. വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥാപനമാണ് എയിം. പഠനത്തിനായി താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റൊരാൾക്കും വരരുത് എന്നതായിരുന്നു അമീറിന്റെ ലക്ഷ്യം. അതിനാൽ കുറഞ്ഞ ഫീസാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. ഇന്ന് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന സംരംഭകനായി അമീർ പുളിമൂട്ടിൽ മാറി. അമീറിന്റെ പിതാവ് ഇപ്പോഴും വളരെ അഭിമാനത്തോടെ കുമാരനല്ലൂർ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഒരു കാര്യം പരാജയപ്പെട്ടു എന്ന് കരുതി ഒരിക്കലും അമീർ തളർന്നില്ല. അവൻ പുതിയ പുതിയ പ്രതീക്ഷകളോടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. എന്നാൽ ഇന്ന് അമീർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വലിയൊരു ഉടമയാണ് ആയിരിക്കുന്നത്. എന്നാൽ അമീറിന് പുതിയ കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ജോലി നേടിക്കൊടുക്കാവുന്ന കോഴ്സുകൾ പഠിപ്പിക്കുക എന്നതാണ് അമീറിൻ്റെ അടുത്ത ലക്ഷ്യം. ലോണിൻ്റെ ബാധ്യതകളില്ലാതെയുള്ള പഠനമാണ് ഉദ്ദേശിക്കുന്നത്. തുച്ഛമായ ഫീസ് മാത്രമാകും ഈടാക്കുക. ഇതിനായുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. 10ലധികം നഗരങ്ങളിലാകും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുക. 3000ലധികം പേർക്ക് ഇതിലൂടെ തൊഴിലും ലഭ്യമാകും. വർഷത്തിൽ 1,00,000ലധികം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയുന്ന സ്ഥാപനമാക്കി അതിനെ മാറ്റണമെന്നാണ് അമീറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്നാൽ അമീറിന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിക്കുക, പിന്നെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക, ശേഷം വ്യക്തമായ തീരുമാനമെടുക്കുക. പ്രധാനമായി വേണ്ടത് സ്ഥിരതയാണ്. ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിൽ എല്ലാം വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ട്
മുന്നോട്ട് പോവുക. ചുരുക്കി പറഞ്ഞാൽ നീ പരിശ്രമിച്ചാൽ വിജയിക്കും എന്നുള്ളതാണ് അമീർ നമുക്ക് വേണ്ടി മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഒരു മേഖല അടഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ നിരാശരായി നിൽക്കാതെ മറ്റൊരു മേഖല എങ്ങനെ വളർത്തിയെടുക്കാം എന്നതാണ് അമീർ ഇവിടെ ചെയ്തത്. അമീറിൻ്റെ വിജയം നമ്മുടെ എല്ലാ മക്കൾക്കും ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും പറ്റുമെങ്കിൽ ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് കിട്ടിയ നല്ലൊരു വാർത്ത നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.